കേരളത്തിലെ തദ്ദേശ പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കകം പോളിംഗ് ബൂത്തിലെത്തി നീങ്ങും. കേരളത്തിൽ NDA എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ഇത് സെമി ഫൈനൽ തന്നെയാണെന്നാണ് പലരും അവകാശപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ തദ്ദേശ പോരാട്ടം. മുമ്പ് വെറും ഒരു പ്രാദേശികതയിൽ മാത്രമാണ് ഊന്നി നിന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒരു വാർഡ് തന്നെ, മുട്ടട വാർഡ് തന്നെ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്കും അറിയാവുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇതൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നുള്ളതാണ്. ആ അവസരത്തിൽ നമുക്ക് ഏത് തരത്തിൽ ഇതുവരെയുള്ള ഈ പോരാട്ടത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും? ഇതുവരെയുള്ള പോരാട്ടം യഥാർത്ഥ വിഷയങ്ങൾ വേണ്ടതുപോലെ പ്രതിഫലിക്കുന്നുണ്ടോ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ? അത് വലിയ നിർണായകമായ ഒരു ചോദ്യമാണ്. തദ്ദേശം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി, വികേന്ദ്രീകൃത ജനാധിപത്യത്തിൽ താഴെത്തട്ടിൽ ലോക്കൽ ലെവലിൽ ജനങ്ങൾ വിഷയങ്ങളെക്കുറിച്ച് അവബോധം നേടുകയും രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല, അതീതമായി വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു ബൃഹത്തായ എക്സസൈസ്. ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, നഗരസഭ. ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളാണ്. വൈകാരികതയിൽ ഊന്നിയ ശബരിമല സ്വർണ്ണ കൊള്ള വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയം, ഇതൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ ഏറെ മാറിപ്പോകുന്നു എന്നതാണ് വാസ്തവം. ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. NDA സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യം BJP നയിക്കുന്ന NDA സംബന്ധിച്ചിടത്തോളം ഇതൊരു സെമി ഫൈനലാവുമോ? അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഡ്രസ് റിഹേഴ്സൽ എന്നതാകുമോ എന്നാണ് ചോദ്യമെങ്കിൽ ആകാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ക്വാർട്ടർ ഫൈനൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ഇതം പ്രഥമമായി BJP 20% വോട്ട് ബേസിലേക്ക് കടക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ വിജയത്തോളം പോകുന്ന പരാജയം, ചില മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനം, ഒരു ക്ലോസ് തേർഡ്, ശക്തമായ ത്രികോണ മത്സരം, ആലപ്പുഴയിലും ആറ്റിങ്ങലും ഉൾപ്പെടെ ശക്തമായ ത്രികോണ മത്സരം. തിരുവനന്തപുരത്തെ വിജയത്തോളം പോകുന്ന പരാജയം, ലേശം വോട്ടിന് മാത്രം. തിളക്കമാർന്ന വിജയം തൃശ്ശൂർ. അങ്ങനെ BJPക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാണ്. കട്ടിംഗ് അക്രോസ് വേരിയസ് സെക്ഷൻസ്. തൃശ്ശൂർ വരുമ്പോൾ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഉൾപ്പെടെ ചെറിയൊരു പിൻബലമില്ലാതെ 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിക്കുമായിരുന്നില്ല. അതെല്ലാവർക്കും അറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു മേൽക്കൈ എന്ന് പറയാനാവില്ല, ഒരു നല്ല നില, 3ാം സ്ഥാനത്ത് എങ്കിൽ പോലും നല്ല നിലയിലാണ്. അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ മെച്ചമാവും എന്നാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫൈനലായി കണ്ടുകൊണ്ട് അതിന് മധ്യത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനലായി കാണാം എന്നായിരുന്നു ഒറിജിനൽ പ്ലാൻ. പക്ഷേ അതിനിടയിൽ വന്ന ചില കാര്യങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ BJPക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിസ്സംശയം പറയാം. 19 മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നുകിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം ലഭിച്ചു. ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന നിയമസഭാ സെഗ്മെന്റിന്റെ കാര്യത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 5 മണ്ഡലങ്ങളുണ്ട്. അതായത് BJPയുടെ തട്ടകം, ശക്തി കേന്ദ്രം, മുൻപ് MLA തന്നെ ഉണ്ടായിട്ട് നേമം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, കാട്ടാക്കട മണ്ഡലം, ആറ്റിങ്ങൽ മണ്ഡലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ആറ്റിങ്ങൽ, ഇവിടെ എല്ലാം തന്നെ 1ാം സ്ഥാനത്താണ് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാനാവും എന്ന് BJP പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂർ ജില്ലയുടെ സുരേഷ് ഗോപി വിജയിച്ചു വന്ന ജില്ലയിൽ അവിടെയും 2-3 ഇടത്ത് 1ാം സ്ഥാനത്താണ്. പല ഇടങ്ങളിലും 2ാം സ്ഥാനത്ത് വന്നു. ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ചില ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വളർച്ചയുടെ പടവുകൾ BJP കയറുന്നു എന്ന് തന്നെയാണ്. അത് നിലനിർത്താനാവുമോ, മെച്ചപ്പെടുത്താനാവുമോ തദ്ദേശത്തിൽ? എന്നിട്ട് വേണ്ടേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ? എൻ്റെ ഒരു അഭിപ്രായം, നിലനിർത്താനാവും എങ്കിൽ തീർച്ചയായും ഇതിനെ സെമി ഫൈനൽ എന്ന് വിളിക്കാൻ സാധിക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ നേട്ടം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
ആവർത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ ബി ജെ പിക്ക് ഏതാനും പഞ്ചായത്തുകൾ കൂടുതൽ ലഭിക്കും, ഏതാനും നഗരസഭകളുടെ നിയന്ത്രണം ലഭിക്കും. അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഭാഗ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പോലും നിയന്ത്രണം ലഭിക്കാനുള്ള സാഹചര്യമാണ്. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ വോട്ട് നില ആവർത്തിക്കുക ആണെങ്കിൽ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ആവർത്തിക്കില്ലല്ലോ, ആവർത്തിക്കുകയാണെങ്കിൽ എന്ന് മാത്രം. പക്ഷേ അതിനുള്ള സാധ്യത ലേശം കുറവാണ് എന്ന് വൈകി വരുന്ന സൂചനകൾ. കാരണം ബി ജെ പിക്ക് തിരുവനന്തപുരത്താണ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അവിടെ 2-3 ആത്മഹത്യകൾ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ബി ജെ പിയുടെ നേതൃത്വത്തെ. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറുടെ ഒരു നേതൃത്വം തിരുവനന്തപുരത്ത് ഇടപെടുന്നതും. അദ്ദേഹം തന്നെ മത്സരിച്ച മണ്ഡലമാണെന്ന് ഓർക്കണം. അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം നല്ല ഭംഗിയായി നടത്തി. പക്ഷേ അവിടെ ചില കല്ലുകടികളുണ്ടായി. ഒരു RSS പ്രവർത്തകൻ്റെ മരണം, അതുപോലെ ഒരു സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതി ആരോപണത്തിൽ മനംനൊന്ത് ഒരു ആത്മഹത്യ നടക്കുന്നു. ഒരു ലെജിസ്ലേറ്ററുടെ, ഒരു കോർപ്പറേറ്ററുടെ ആത്മഹത്യ. ഇതെല്ലാം തന്നെ ബി ജെ പിയെ ചെറുതായെങ്കിലും പ്രതിരോധത്തിലാക്കി എന്ന് കാണാം. മറ്റിടങ്ങളിലും പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ചില പടലമിണക്കങ്ങൾ. അങ്ങനെ ഈ സ്വന്തം ആഭ്യന്തര വൈരുദ്ധ്യം ചെറിയ രൂപത്തിലെങ്കിലും ബി ജെ പിയുടെ സാധ്യതകളെ പിന്നോട്ടടിച്ചു. അതുകൊണ്ടാണ് ഇവിടെ സ്ഥിതിഗതികൾ മെച്ചമാണ് എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേപോലെയുള്ള വോട്ട് ഷെയർ 20% വോട്ട് ഷെയർ മതിയാകും. ഏതാനും പഞ്ചായത്തുകൾ, ഏതാനും നഗരസഭകളൊക്കെ ചെറിയ മണ്ഡലങ്ങളാണ്. ലോക്സഭാ മണ്ഡലം പിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പമാണ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ. അതിനേക്കാൾ വളരെ എളുപ്പമാണ് ഒരു വാർഡ് പിടിക്കാൻ. കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മതിയാകും. ഏതാനും വാർഡുകൾ പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ലേശം പിന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ്. 2026 എന്നത് വളരെ ഷോർട്ട് നോട്ടീസാണ്. അതുകൊണ്ട് 2031 ഒരുപക്ഷെ ഗൗരവത്തോടുകൂടി പരിഗണിക്കാവുന്ന രീതിയിൽ 2026 ഒന്നിലധികം ബി ജെ പി ആഗ്രഹിക്കുന്നത് ഡബിൾ ഡിജിറ്റിലേക്ക് നമ്പർ എത്തിക്കുക എന്നതാണ്. ഈ ഡബിൾ ഡിജിറ്റിലേക്ക് എത്തിച്ചാൽ തീർച്ചയായും നല്ലൊരു പോരാട്ടം 2031 പ്രതീക്ഷിക്കാം. അതായിരിക്കണം ഫൈനൽ. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ സെമി ഫൈനൽ ആണോ എന്ന് ചോദിച്ചാൽ ക്വാർട്ടർ ഫൈനൽ ലെവലിൽ നിന്നും അധികം മുന്നോട്ട് പോയിട്ടില്ല എന്ന് കരുതേണ്ടി വരും. പക്ഷേ ബി ജെ പി ഒരു സെമി ഫൈനൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ കണ്ടുകൊണ്ട് പോകുന്നത്. കാരണം തിരുവനന്തപുരവും തൃശ്ശൂരും അവർക്ക് പ്രധാനമായിട്ടും ഉന്നമിട്ടിരിക്കുന്ന കോർപ്പറേഷനുകൾ തന്നെയാണ്. അത് പിടിച്ചെടുക്കേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ്. കാരണം ഇവിടെ ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമാണ്. ഇത് ഭരണത്തിലേക്ക് എത്തിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തി പോവുകയായിരിക്കും. തിരുവനന്തപുരത്ത് പ്രധാന പ്രതിപക്ഷമാണ് ബി ജെ പി, സമ്മതിക്കുന്നു. തൃശ്ശൂർ ഇപ്പോഴും പ്രധാന പ്രതിപക്ഷമായിട്ടില്ല. അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പോരാട്ടം, വിജയം, അത് ലോക്കൽ ലെവലിൽ ആവർത്തിക്കണം എങ്കിൽ മറ്റു ചില ഫാക്ടേഴ്സും കൂടെ വരണം. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ, ബി ജെ പി ലീഡർഷിപ്പിൻ്റെ ഒരു കാര്യം, വീണ്ടും മോദി തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതി, കേന്ദ്ര സർക്കാരിൻ്റെ സുസ്ഥിരമായ കാര്യങ്ങൾ, വികസന പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അതാണ് കേരളത്തിൻ്റെ ഒരു നോക്കി കണ്ട് വോട്ട് ചെയ്യുക എന്നതാണ്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അല്ലെങ്കിൽ LDF അതിനതീതമായ മറ്റൊരു ശക്തി ഇവിടെ ഭരണത്തിലെത്താൻ ഉടനടിയെങ്കിലും കേരളത്തിലെ സാധാരണക്കാർ ചിന്തിക്കില്ല. വലിയ BJP ഭക്തരായ ആളുകൾ ചിന്തിച്ചേക്കാം, പക്ഷേ സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. BJP ഒരു ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം, പൂർണ്ണ ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. കാരണം ഞാനതിൻ്റെ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ എടുക്കരുത്. ദയവായി എന്നെ കേൾക്കുന്നവർ എടുക്കേണ്ടത് നമ്പേഴ്സിൻ്റെ ഒരു മാജിക് ഉണ്ട്. ഈ ത്രഷ് ഹോൾഡ്, ഉമ്മറപ്പടി എന്ന് പറയുന്നത് 30 മുതൽ 35% വോട്ടാണ്. 20 എന്നത് ത്രഷ് ഹോൾഡ് അല്ല. 20% എല്ലാ മണ്ഡലങ്ങളിലും തുല്യമായി 20% വിധിച്ചു പോയാൽ ഒരു മണ്ഡലവും ജയിക്കാനാവില്ല. ഒരു ചതുഷ്കോണ മത്സരമോ പഞ്ചകോണ മത്സരമോ സംഭവിച്ചാൽ മാത്രമേ 20% വോട്ട് ഷെയർ കൊണ്ട് ഏതെങ്കിലും സീറ്റ് ജയിക്കാൻ പറ്റൂ. ത്രികോണ മത്സരത്തിൽ ജയിച്ചു വരണമെങ്കിൽ മിനിമം 30% മുതൽ 35% വരെ വോട്ട് വേണം. അത് മാത്രമല്ല മറുപക്ഷത്തെ വോട്ടുകൾ ഈക്വലായി UDFനും LDFനുമായി വീതിച്ചു പോവുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വിജയസാധ്യതയുള്ളൂ. കൃത്യമായി വിജയം ഉണ്ടാകണമെങ്കിൽ 50%-ലധികം അല്ലെങ്കിൽ 45-ൽ അധികം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൃത്യമായി ജയിച്ചു വരുമെന്ന് പറയാം. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ 50 തികച്ചു വേണമെന്നില്ല. ത്രികോണ മത്സരമാണ്. അവിടെ 42 മുതൽ 45% വരെ വോട്ട് പിടിക്കുന്ന ഒരു മുന്നണി ജയിച്ചു വരും. അങ്ങനെ 45%-ലേക്ക് BJPക്ക് എത്താൻ സാധ്യതയുള്ള അത്യപൂർവ്വ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. നിയമസഭാ മണ്ഡലങ്ങൾ നിയമം ഒരുപക്ഷെ
ഒരു ഉദാഹരണമാണ്. മഞ്ചേശ്വരം മണ്ഡലം ഒരുപക്ഷെ ഉദാഹരണമാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? UDF LDF കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെർക്കള അബ്ദുള്ളയെ വിജയിപ്പിച്ചു വിടും. ഒന്നീ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും, അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും, BJP ജയിച്ചു വരാതിരിക്കാൻ. അങ്ങനെ ഒരു സംഭവം എക്കാലത്തും നടന്നത് വീണ്ടും നടന്നേക്കാം. അപ്പം അതുകൊണ്ടാണ് BJP അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെയാണ് BJP, സംശയമേ ഇല്ല. പക്ഷേ കോൺഗ്രസ് വളരെയധികം ശക്തിയോടുകൂടി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ആ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആരും തന്നെ മാറി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വൈകാരിക വിഷയമാണ്, ഇക്കിളിപ്പെടുത്തുന്ന വിഷയമാണ്, ഒക്കെ സമ്മതിക്കുന്നു. അതിനേക്കാൾ പ്രഭാവം ചെലുത്താൻ കഴിയുന്നത് ശബരിമല വിഷയത്തിൽ തന്നെയാണ്. കാരണം വിശ്വാസത്തെ അത് വ്രണപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഡയറക്റ്റ് അഴിമതി, ഒരു സിസ്റ്റമിക് പ്ലണ്ടറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് ഒറ്റപ്പെട്ട വിഷയമാണ്, ഒരു വ്യക്തിയുടെ വൈകൃതങ്ങളാണ്. അപ്പോൾ അത് വ്യക്തി മാത്രമാണ് റെസ്പോൺസിബിൾ. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി പോയി. അദ്ദേഹം BJP-കാരനായിരുന്നെങ്കിലും CPM-കാരനായിരുന്നെങ്കിലും അദ്ദേഹം വ്യക്തി തന്നെയാണ്. അപ്പോഴും നിലപാട് ഒന്ന് തന്നെയാണ്, വ്യക്തിയാണ്. പക്ഷേ ശബരിമല ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ പദ്ധതിയല്ല. ശബരിമലയിൽ മൾട്ടിപ്പിൾ ബ്രെയിൻസ് ഇൻ ആക്ഷൻ, ഭരണകൂടത്തിൻ്റെ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിലൊരു അന്തർലീനമായ അഴിമതിയുടെ പൊതു ഖജനാവ്, അല്ലെങ്കിൽ ശബരിമല സ്വാമി അയ്യപ്പൻ്റെ ആസ്തികൾ അടിച്ചു മാറ്റി എന്ന ഒരു ചിന്തയുണ്ട്. അത് തടയാൻ കേരള ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഒരു വിരുദ്ധമായൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക്, ആൻറ്റി LDF സ്പേസിലേക്ക് ഏറ്റവും അധികം കടന്നു കയറാൻ കഴിയുന്നത് ആർക്ക്? അതാണ് ചോദ്യം. CPM-ന്, കോൺഗ്രസിനാണോ, BJP-ക്കാണോ, UDF-നാണോ, NDA-ക്കാണോ? അതാണ് ചോദ്യം. ഇവിടെ വിശ്വാസ ആചാര സംരക്ഷണ സമയത്ത് 2019 BJP ഉഗ്രമായ പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷേ ഇപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BJP-യുടെ പ്രതിഷേധങ്ങൾക്ക് ദൗർബല്യമുണ്ട്, അത്രയധികം ശക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനും ദൗർബല്യമുണ്ട്. രണ്ട് കൂട്ടർക്കും ഇത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളിക്കത്തിക്കാൻ കഴിയുന്നില്ല എന്ന പൊതുനിരീക്ഷണമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു ആരോപണം കേൾക്കേണ്ടി വരുന്നു. ഏറ്റവും വൈകി കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ED-യുടെ അന്വേഷണം വരുന്നു. പിണറായി വിജയനെതിരെയും അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെയും ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിനെതിരെയും ഒക്കെ അന്വേഷണം ഉണ്ടാകുന്നു. കിഫ്ബി മസാല ബോണ്ടുകളുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട്. അങ്ങനെ മസാല ബോണ്ട് ലണ്ടനിൽ അന്യായ വിലയ്ക്ക് 9.27% വാർഷിക പലിശയ്ക്ക് കിഫ്ബി വഴി വിദേശത്തു നിന്ന്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ബോണ്ടുകൾ വാങ്ങി എടുക്കുകയാണ്, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് പണം കൊണ്ടുവരും. അത് ഇവിടെ സ്വകാര്യ ഭൂമി വാങ്ങിയെടുക്കാൻ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇത് വാങ്ങിയെടുക്കുക എന്നതല്ല, ഏറ്റെടുക്കുക എന്ന രീതിയിലേക്ക് ഇടതുപക്ഷം അഭിപ്രായം മാറ്റി. അപ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ED പിണറായി വിജയനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചോ? യെസ്. നോട്ടീസ് കൊടുത്തോ? യെസ്. പക്ഷേ ഈ നോട്ടീസിന് ഒരു മറുപടി കൊടുക്കുമ്പോൾ തീരുന്ന വിഷയമേ ഉള്ളൂ. മുൻപ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, തുടർ നടപടി സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒത്തുകളിയാണ്. CPM BJP ബാന്ധവമില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുന്ന ഒരു പെറാട്ട നാടകം മാത്രമാണ് എന്ന പ്രചരണത്തിന് നല്ല മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് അത്ര സുഗമമല്ല LDF-ന് കാര്യങ്ങൾ. പക്ഷേ ഓർക്കുക, തദ്ദേശമാണ് വിഷയം. അവിടെ കേഡർ സംവിധാനം, ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിൻ്റെ ഗുണഭോക്താക്കളും അനാവശ്യമായി, അനർഹമായി ലഭിച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റും ഇതെല്ലാം നോക്കുമ്പോൾ CPM-ന് വേറെ പ്രതീക്ഷിക്കാനുള്ള ഇടമാണ് ലോക്കൽ ഗവൺമെൻറ്റുകൾ. പെൻഷനുകൾ ഉൾപ്പെടെ, മറ്റു കാര്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ഇതെല്ലാം തന്നെ പുറപ്പുറത്ത് കയറി ഘോഷിക്കാൻ കഴിയുന്നത് LDF-ന്റെ അണികൾക്കാണ്. അത്ര അണികൾ സജീവമല്ല UDF-ൻ്റെ. ഇപ്പോൾ കേഡർ സംവിധാനമുള്ള LDF-ന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നിർണായക മേൽക്കൈ ഉണ്ടായിരുന്നു. ചരിത്രപരമായി അതാണ് സത്യം, 2010 ഒഴികെ. ഇപ്പോൾ 2010 ആവർത്തിക്കണമെന്ന് UDF ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം 2015ഉം 2020ഉം ആവർത്തിക്കണമെന്ന് LDF ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 5 ഇരട്ടിയെങ്കിലും മെച്ചമുണ്ടാകണമെന്ന് NDAയും ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.